ഹായ്, നമസ്കാരം. ഞാൻ അലിൻ ജോസ് പെരേര. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കാര്യം, ഇന്ന് കേരളത്തിൻ്റെ മഹാനടൻ സിദ്ദിഖിക്കൻ്റെ ജന്മദിനമാണ്. നിങ്ങൾക്കറിയാം കുറേ കാര്യങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ ആളല്ല. എന്തായാലും മലയാളത്തിൻ്റെ സ്വന്തം സിദ്ദിഖിക്കക്ക് എൻ്റെയും എൻ്റെ ഫാദർ ലോറൻസ് പെരേരയുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സിദ്ദിഖിക്ക. സിദ്ദിഖിക്കൻ്റെ മകനെ എനിക്കറിയാം, ഷാഹിൻ സിദ്ദിഖിക്കയുടെ ഷാഹിനേട്ടനായിട്ട് ഞാൻ കൂട്ടാണ്. അപ്പോൾ ഇപ്പോഴും കാണുമ്പോൾ പറയും പപ്പേനെ തിരക്കണമെന്ന്, പപ്പേനെ തിരക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ഷാഹിൻ ചേട്ടനോട് വനിത വെച്ച് കാണുമ്പോൾ. ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് ഞാൻ ഷാഹിനേട്ടനെ ഞാൻ തിരക്കിയെന്ന് ലൈവിലൂടെ പറയുകയാണ്. അപ്പോൾ കേരളം ഇപ്പോൾ പ്രതിസന്ധിയോടെ കടന്നു പോകുകയാണെങ്കിൽ എങ്കിലും വിജയിക്കട്ടെ, തെളിയട്ടെ കാര്യങ്ങൾ. അപ്പോൾ സിദ്ദിഖിക്കയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുകയെന്നു. അപ്പോൾ ജഗദീശ് ഇനിയും ഓരോ നാൾ സിദ്ദിഖിക്ക ആരോഗ്യത്തോടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് പറയാനുള്ളത് നമ്മുടെ ഇൻ ഹരിയർ നഗർ, ടു ഹരിയർ നഗർ, അങ്ങനെ കോടതി സംശയം, ബാലം വക്കീൽ, പിന്നെ ഓഗസ്റ്റ് 15, പിന്നെ നമ്മുടെ പ്രമാണി, പ്രജാപതി, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ച നായകനാണ്. ഈ അടുത്ത് നമ്മുടെ ഒരു കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയിലും നമ്മളെ പുളകമടിച്ച നടനാണ് നമ്മുടെ സിദ്ദിഖിക്ക. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കോടതി സംശയം, ബാലം വക്കീൽ, പിന്നെ 2020, പിന്നെ ഒരുപാട് നന്മ നിറഞ്ഞ ക്യാരക്ടർ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നടനാണ് സിദ്ദിഖിക്ക. വാത്സല്യം നല്ല സിനിമയായിരുന്നു സിദ്ദിഖിക്കൻ്റെ. പിന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടർ, ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, വക്കീൽ വേഷങ്ങൾ. പാവാട സിനിമയിൽ ഞെട്ടിച്ച് കളഞ്ഞു എന്നെ 2015. പിന്നെ മദർ രാജ, പോക്കിർ രാജയിലേക്ക് പോലീസ് വേഷങ്ങൾ ത്രില്ലടിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കാര്യസ്ഥനിലെ ദിലീപേട്ടൻ്റെ അച്ഛനായും അഭിനയിക്കാൻ സിദ്ദിഖിക്കയ്ക്ക് ഭാഗ്യം ഉണ്ടായി. പിന്നീടും ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള സീരിയസ് വേഷങ്ങളും തേടിയെത്തി. മമ്മൂക്കൻ്റെ ഒപ്പവും ലാലേട്ടനൊപ്പവും ഒക്കെ തകർത്ത് അഭിനയിച്ചു. കാരണം ഒടുവിൽ പുറത്തിറങ്ങിയ ആറാട്ട് എന്ന സിനിമ എല്ലാവർക്കും മറക്കാൻ സാധിക്കില്ല. ആറാട്ടിൽ ലാലേട്ടനൊപ്പവും പിൽക്കാലത്ത് നല്ലൊരു ഗംഭീര വേഷം ചെയ്തു. നേരത്തെയും അഭിനയിച്ചിട്ടുണ്ടാകാം, പക്ഷേ ലാലേട്ടനൊപ്പം ആറാട്ട് സിനിമയിൽ ഗംഭീരമായിട്ട് പോലീസ് വേഷം ഇത്ര കോമഡി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തില്ല. കാരണം ആറാട്ട് സിനിമ 2022 ഞാൻ കണ്ടതാണ്. എങ്കിലും അതിൻ്റെ റിവ്യൂ അല്ല ഞാൻ പറയുന്നത്. അത് സിദ്ദിഖിക്കൻ്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സാധാരണ ഒരു സീരിയസ് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സിദ്ദിഖിക്ക മദർ രാജയിലും പോക്കിർ രാജയിലുമാണ് കുറച്ചുകൂടി കോമഡിയും സീരിയസും മിക്സ് ചെയ്തത്. പക്ഷേ ഇതിൽ ആറാട്ടെന്ന സിനിമയിൽ പക്ക കോമഡി ആയിട്ടാണ് ഉള്ളൊരു പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്തത്. അത് മനോഹരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നേര് എന്ന സിനിമയിലെ വക്കീൽ വേഷം, പിന്നെ നമ്മുടെ സിദ്ദിഖിക്ക നമ്മുടെ ഗരുഡൻ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾക്ക് പല പല പരിവേഷത്തോടെ വന്ന നടൻ്റെ ജന്മദിനമാണ് സിദ്ദിഖിക്കയ്ക്ക്. 1000 ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ജഗദീശ്വരൻ ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വിവാദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പിറന്നാളായതുകൊണ്ട് മലയാളത്തിൻ്റെ സ്വന്തം സിദ്ദിഖിക്കയ്ക്ക് അലിൻ ജോസ് പെരേരയുടെ മനസ്സ് നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ, മനസ്സിൽ തൊട്ട ബർത്ത്ഡേ ആശംസ നേരുകയാണ്. വൈകിപ്പോയെന്നറിയാം, എങ്കിലും ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സാർ, സിദ്ദിഖ് സാർ. ഓക്കെ, താങ്ക് യു, ടാറ്റാ.